അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന നമ്മുടെ ജീവിതത്തിന്റെ പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് ചിലപ്പോഴൊക്കെ ആത്മഹത്യ ചെയ്താൽ കൊള്ളാമെന്ന് പോലും ചിന്ത വന്നു പോകാൻ സാധ്യതയുണ്ട്. പല ആളുകൾക്ക്, നിങ്ങളിൽ പലർക്കും ഒന്ന് മരിച്ചാൽ മതി എന്ന് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാകും. ജീവിതം എന്ന് പറയുന്നത് പ്രതീക്ഷകളുടെയും സാധ്യതകളുടെയും കളികൾ മാത്രമാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. പേർഷ്യയിലുള്ള ഒരു സുൽത്താൻ അദ്ദേഹത്തിന്റെ 2 പ്രജകളെ വധിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. 2 പേരെയും അദ്ദേഹം തൂക്കിലേറ്റാനായിട്ട് വിധിച്ചു. അപ്പോ അവരോട് ചോദിച്ചു, 2 പേരോടുമായിട്ട് വിളിച്ചിട്ട്, നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും അവസാനത്തെ ആഗ്രഹമുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാനത് നിങ്ങൾക്ക് സാധിച്ചു തരാം. അപ്പോ ഒന്നാമത്തെ ആള് പറഞ്ഞു, ഏതായാലും ശിക്ഷ നടപ്പാക്കാൻ പോവുകയാണ്, എനിക്ക് പ്രത്യേകിച്ച് ആഗ്രഹമൊന്നുമില്ല സുൽത്താനെ, എൻ്റെ മരണം നടപ്പാക്കിക്കൊള്ളൂ എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ആളോട് ചോദിച്ചപ്പോൾ രണ്ടാമത്തെ ആൾ പറഞ്ഞു, അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഈ സുൽത്താന് ഒരു കുതിരയുണ്ട്, ആ കുതിരയെ സുൽത്താൻ ഒരുപാട് ഇഷ്ടമായിരുന്നു, കുതിരയോട് അദ്ദേഹത്തിന് വല്ലാത്ത ഭ്രമമുണ്ട് എന്ന് ഇദ്ദേഹത്തിന് അറിയാമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, രാജാവേ, സുൽത്താനെ, എനിക്ക് ഒരു 6 മാസത്തേക്ക് സമയം നീട്ടിത്തരികയാണെങ്കിൽ താങ്കളുടെ കുതിരയെ ഞാൻ ഒരു പറക്കുന്ന കുതിരയാക്കി മാറ്റിത്തരാം. അപ്പോ രാജാവ് സ്വാഭാവികമായിട്ട് ചോദിച്ചു, നീ എന്താ പറയണം, അങ്ങനെ ഒരു സംഭവം ഒരിക്കലും ഇതുവരെ കേട്ടിട്ടില്ലല്ലോ. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ലോകത്തിലെ ഒരു പറക്കുന്ന കുതിരയുള്ള ഉടമയുള്ള സുൽത്താനായി അങ്ങേക്ക് വാഴാൻ പറ്റും, എൻ്റെ കയ്യിൽ അങ്ങനെ കുതിരയെ പറപ്പിക്കുന്ന ഒരു വിദ്യയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്കപ്പോ ഇതിൽ നീ പറയുന്നത് തെറ്റാണെങ്കിലോ? അയാൾ പറഞ്ഞു, എന്നെ തൂക്കിലേറ്റിക്കൊള്ളൂ, അതിൽ കൂടുതൽ എനിക്ക് വേറൊന്നും പറയാനില്ല, എന്തായാലും എന്നെ തൂക്കിലേറ്റാൻ വിധിച്ചിരിക്കുന്നതല്ലേ, അപ്പോ ഇത് നടപ്പാക്കിയില്ലെങ്കിൽ എന്നെ തൂക്കിലേറ്റിക്കൊള്ളൂ എന്ന് പറഞ്ഞു. അപ്പോ അന്ന് രാത്രി ഇവർ 2 പേരെയും കോർട്ടിൽ ഹാജരാക്കി. അപ്പൊ ആദ്യത്തെ ആൾ രണ്ടാമത്തെ ആളോട് ചോദിച്ചു, നീ എന്തിനാണ് ഇങ്ങനെ ഒരു നുണ പറഞ്ഞത്? നിനക്കറിയാം ഒരിക്കലും ഇങ്ങനെ ഒരു വിദ്യ ഇല്ലെന്നും നീ പറയുന്നത് കളവാണെന്നും അറിയാം, പിന്നെ എന്തിനാണ് നീ രാജാവിനോട് ഇങ്ങനെ ഒരു നുണ പറഞ്ഞത് എന്ന് ചോദിച്ചു. അപ്പൊ രണ്ടാമത്തെ ആൾ പറഞ്ഞു, ജീവിതം എന്ന് പറയുന്നത് സാധ്യതകളുടെയും അവസരങ്ങളുടെയും പ്രതീക്ഷകളുടെയും കാര്യമാണ് സുഹൃത്തെ. നിന്നേക്കാൾ 4 കാര്യങ്ങളിൽ ഞാൻ ജീവിതത്തിൽ ഇപ്പോ പ്രതീക്ഷകൾ വെച്ചിട്ടുണ്ട്, പോസിബിലിറ്റികൾ വെച്ചിട്ടുണ്ട്. പോസിബിലിറ്റി നമ്പർ 1 ഞാൻ പറയാം. ഒന്നാമത്തെ എൻ്റെ പോസിബിലിറ്റി, കുതിരക്ക് പ്രായമായിരിക്കുകയാണ്, അത് എപ്പോൾ വേണമെങ്കിലും 1-2 മാസത്തിനകം ചത്തുപോകാം, മരിച്ചു പോകാം. പോസിബിലിറ്റി നമ്പർ 1 അതാണ്. പോസിബിലിറ്റി നമ്പർ 2, രാജാവും അത്ര ചെറുപ്പക്കാരനൊന്നുമല്ല, അദ്ദേഹത്തിനും പ്രായമായിട്ടുണ്ട്, ചിലപ്പോൾ രാജാവും മരണപ്പെട്ടു പോയേക്കാം. പോസിബിലിറ്റി നമ്പർ 3, ആർക്കറിയാം, ഞാനൊരു നാച്ചുറൽ ഡെത്തിൽ, സ്വാഭാവിക മരണത്തിൽ എനിക്ക് മരണം സംഭവിച്ചാലോ, അപ്പോഴും നിന്നെപ്പോലെ ഞാൻ തൂക്കിലേറ്റ് വിടുകയില്ലല്ലോ എന്ന് പറഞ്ഞു. പോസിബിലിറ്റി നമ്പർ 4, അദ്ദേഹം പറയുകയാണ്, ആർക്കറിയാം, കുതിര ഇനി എങ്ങാനും എന്നെ കൊണ്ട് പറപ്പിക്കാൻ സാധിച്ചാലോ. അതായത് മരണത്തിന്റെ അവസാന നിമിഷത്തിലും അദ്ദേഹത്തിന്റെ ബുദ്ധിശക്തി അദ്ദേഹം പ്രയോഗിച്ചു എന്നതാണ് ഈ ഒരു കഥയിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കുന്നത്. ഇതിനെല്ലാം അപ്പുറം അദ്ദേഹം മറ്റേ തൂക്കിലേറ്റപ്പെടാൻ പോകുന്ന സുഹൃത്തിനോട് പറഞ്ഞു, ഇനി ഇതൊന്നും സംഭവിച്ചില്ല എന്ന് തന്നെ ഇരിക്കട്ടെ, അപ്പോഴും ഞാൻ നിന്നേക്കാൾ 6 മാസം കൂടുതൽ ഇവിടെ ജീവിക്കും. അപ്പോൾ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോഴും, ജീവിതത്തിന്റെ അവസാന മൊമെന്റാണ് നമുക്ക് തോന്നുന്ന സമയത്തും നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് മുൻപോട്ട് യാത്ര ചെയ്യാൻ ശ്രമിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ നിസാമുദ്ദീൻ, ഓതറൈസ്ഡ് പേഴ്സൺ, അക്യുമൻ ക്യാപിറ്റൽ മാർക്കറ്റ് ഇന്ത്യ ലിമിറ്റഡ്. അക്യുമൻ ഒരു സെബി രജിസ്ട്രേഡ് ബ്രോക്കിംഗ് ഫേം ആണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ പ്ലീസ് കോൺടാക്ട് 9846064795.